പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. എസ്.പിമാരായ അജിത ബീഗം, പി.എൻ. ഉണ്ണിരാജ, പി.കെ. മധു എന്നിവരാണ് സംഘത്തിലുള്ളത്. അന്വേഷണ ചുമതലയുള്ള എ.ഡി.ജി.പി. ബി. സന്ധ്യയുടെ താൽപര്യപ്രകാരമാണ് പുനഃസംഘടന. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ജിഷ കേസിന്റെ അന്വേഷണ ചുമതല എ.ഡി.ജി.പി. ബി. സന്ധ്യയ്ക്ക് നൽകിയത്. ഇതേ തുടർന്ന് എ.ഡി.ജി.പിയുടെ താൽപര്യപ്രകാരമാണ് അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറങ്ങിയത്. കൊല്ലം റൂറൽ എസ്.പി. അജിത ബീഗം, തൃശൂർ, എറണാകുളം ക്രൈംബ്രാഞ്ച് എസ്.പിമാരായ പി.എൻ. ഉണ്ണിരാജൻ, പി.കെ. മധു എന്നിവരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത്. ഇതോടെ കേസിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തെ പൂർണ്ണമായും ഒഴിവാക്കി. ജിഷ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന ഡി.ജി.പി. ടി.പി. സെൻകുമാറിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് ഇതോടെ തെളിയുന്നത്. പോലീസിന്റെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും തെളിവുകൾ നശിപ്പിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്നും നിയമ സെക്രട്ടറി ബി.ജി. ഹരീന്ദ്രനാഥ് റിപ്പോർട്ട് നൽകിയിട്ടും യു.ഡി.എഫ്. സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണ ചുമതലയും സംഘത്തെ പൂർണ്ണമായും സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസിലെ പുതിയ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ആലുവ പോലീസ് ക്ലബ്ബിൽ ചേർന്നു. എ.ഡി.ജി.പി. ബി. സന്ധ്യയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. യോഗത്തിന് ശേഷം ജിഷയുടെ വീട് അന്വേഷണ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ജിഷയുടെ വീട്ടിൽ യോഗത്തിന് ശേഷം എ.ഡി.ജി.പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് തരത്തിലുള്ള പരിശോധനയായിരുന്നു അവിടെ നടന്നത്? മറ്റൊന്ന്, യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തിയത്? മനു, ഉച്ചയ്ക്ക് 1:45 പുതിയ അന്വേഷണ സംഘത്തിന്റെ മേധാവിയായ എ.ഡി.ജി.പി. ബി. സന്ധ്യ ആലുവയിലെത്തിയത്. ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് യോഗം ചേർന്നത്. അത് പുതിയ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പുതിയ എസ്.പിമാർ ഉൾപ്പെടെയുള്ളവരും പഴയ അന്വേഷണ സംഘത്തിലുള്ളവരും ചേർന്ന സംയുക്ത യോഗമായിരുന്നു നടന്നത്. ഇതുവരെയുള്ള അന്വേഷണം സംബന്ധിച്ച ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതിനുശേഷം ഇനി ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് സംബന്ധിച്ചും ഒരു രൂപരേഖ ഈ യോഗത്തിലുണ്ടായി. അതിനുശേഷമാണ് എ.ഡി.ജി.പി. ബി. സന്ധ്യ ജിഷയുടെ വീട് നിൽക്കുന്ന പെരുമ്പാവൂരിലേക്ക് എത്തിയത്. പെരുമ്പാവൂരിൽ ഏതാണ്ട് എ.ഡി.ജി.പി. എത്തിയിട്ട് ഇപ്പോൾ 3/4 മണിക്കൂറാകുന്നു. വീടും പരിസരവും ആണ് ആദ്യം നോക്കുന്നത്. കൊലപാതകം നടന്ന വീട് വിശദമായി നോക്കി പരിശോധിച്ചു. പരിസര പ്രദേശങ്ങളും എ.ഡി.ജി.പി. പരിശോധിക്കുകയുണ്ടായി. അത് ഇപ്പോൾ അയൽവാസിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ എ.ഡി.ജി.പി. അയൽവാസിയുടെ മൊഴി എടുക്കുകയാണ്. അത് ഏതാണ്ട് അരമണിക്കൂറായി ഇപ്പോൾ എ.ഡി.ജി.പി. അവരുമായി സംസാരിക്കുകയാണ്. ഇത്തരത്തിൽ അന്വേഷണ ചുമതല ഏറ്റെടുത്ത അന്ന് തന്നെ എ.ഡി.ജി.പി. ആലുവയിൽ എത്തി യോഗം ചേർന്നു. അതിനുശേഷം ഇന്ന് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് ജിഷയുടെ വീട്ടിലേക്ക് എത്തി പരിശോധിച്ചു. ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ അയൽവാസിയുടെ മൊഴി എ.ഡി.ജി.പി. എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ഒരുപക്ഷെ ജിഷയുടെ അമ്മയെയും ആശുപത്രിയിൽ ചെന്ന് എ.ഡി.ജി.പി. കാണും എന്ന സൂചനയും ഉണ്ട്. അത് അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് എ.ഡി.ജി.പി. ഇറങ്ങുമ്പോൾ അത് സംബന്ധിച്ച വ്യക്തത വരും. തീർച്ചയായിട്ടും ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പുറ്റിങ്ങൽ ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമാണെന്നും അതിൽ ഇവർക്ക് പങ്കുള്ളതായും കോടതി കണ്ടെത്തി. പുറ്റിങ്ങലിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമായിരുന്നുവെന്നും അതിൽ ക്ഷേത്ര ഭാരവാഹികൾക്കും കരാറുകാർക്കും പങ്കുള്ളതായി കോടതി കണ്ടെത്തിയതിനെ തുടർന്നുമായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം 1 മാസം മുമ്പ് വെടിമരുന്ന് വിൽപ്പന നടത്തിയ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 28-ാം പ്രതി ജിബു, 29-ാം പ്രതി സലീം എന്നിവർക്ക് മത്സരക്കമ്പവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് പി. ഉബൈദ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പുറ്റിങ്ങലിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും നിയമം കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്സവങ്ങളിൽ വെടിക്കെട്ടിന് നിയന്ത്രണം വേണമെന്നും ഇപ്പോഴുള്ളത് അനാരോഗ്യകരമായ പ്രവണതയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. മാത്രമല്ല, ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളത്തും വെടിക്കെട്ടും പോലുള്ള ദുരാചാരങ്ങൾ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന ശ്രദ്ധേയ നിരീക്ഷണവും കോടതി നടത്തി. ഒരു മതവും ഇത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ ചടങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നും കോടതി വിമർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. യു.ഡി.എഫ്. ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നേക്കും. ഇതിനായി എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു. കെ.സി. ജോസഫ് കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവാകും. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തി. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ രമേശിനു വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതിലാണ് പ്രതിസന്ധി. യു.ഡി.എഫ്. ചെയർമാൻ സ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി തുടരുമെന്ന് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു.
ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചനയുണ്ട്. VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാവിലെ KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് UDF-ലെ പതിവ് രീതി. ഉമ്മൻചാണ്ടി ചെയർമാനായാൽ ഈ പതിവ് തെറ്റും. മുൻ മുഖ്യമന്ത്രിയാണ് UDF ചെയർമാൻ ആകേണ്ടത് എന്നാണ് A ഗ്രൂപ്പ് നിലപാട്. ഞായറാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ ധാരണയുണ്ടാകും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കർശന നടപടിക്ക് ഹൈക്കമാൻഡ് മുതിർന്നാൽ ഈ ധാരണകൾ തെറ്റും. VD സതീശനും K മുരളീധരനും വേണ്ടി ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ടിട്ടുണ്ട്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 14 നിയമസഭാ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് S ശർമ്മ പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജൂൺ 2-ന് 14 നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരും. 14 നിയമസഭയുടെ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് വൈപ്പിൻ MLA ആയ S ശർമ്മ പ്രോടോം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരായ EP ജയരാജനും കടന്നപ്പള്ളി രാമേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 2-നാണ് 14 നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുക. 2-ാം തീയതി പ്രോടോം സ്പീക്കറായ S ശർമ്മയ്ക്ക് മുൻപാകെ 139 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ജൂൺ 3-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. P ശ്രീരാമകൃഷ്ണനെയാണ് LDF സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വർഷം നവംബർ 8-ന് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ഹിലരി ക്ലിന്റൺ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കും. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആവശ്യമായ 1237 എന്ന മാന്ത്രിക നമ്പറിലേക്ക് ട്രംപ് വിജയിച്ച് കയറിയതോടെയാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ 9 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ നിശ്ചിത എണ്ണം പ്രതിനിധികളുടെ പിന്തുണ നേടുന്നയാളാണ് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന US പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുക. ട്രംപ് അടക്കം 16 പേരാണ് ഇത്തവണത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാവാൻ മത്സരിച്ചത്. 16 മത്സരാർത്ഥികളെയും പിന്തള്ളി 1238 പ്രതിനിധികളുടെ പിന്തുണയോടെയാണ് ട്രംപ് ഒന്നാമതെത്തിയത്. മറുവശത്ത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഹിലാരിയും വിജയത്തോടടുക്കുകയാണ്. 2383 പ്രതിനിധികളുടെ പിന്തുണ വേണ്ട ഹിലാരിക്ക് ഇപ്പോൾ 2287 പേരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞു. ആഗോള റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ട്രംപ് അമേരിക്കയിലെ അതിസമ്പന്നരിൽ ഒരാൾ കൂടിയാണ്. പ്രസിഡന്റ് ആവുന്ന പക്ഷം ശമ്പളമായി $1 പോലും കൈപ്പറ്റില്ലെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രചരണത്തിനിടെ ട്രംപ് നടത്തിയ മുസ്ലിം വംശീയ വിരുദ്ധ പ്രസ്താവനകൾ ആഗോളതലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പകർച്ചവ്യാധികൾ തടയാൻ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങണമെന്നും KK ശൈലജ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ഇത്തവണ കാലവർഷം കടുക്കുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ദിനമായ ജൂൺ 5-നകം കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുമെന്ന് യോഗശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ പൗരന്മാരും, മുഴുവൻ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം അന്നത്തെ ദിവസം അവനവൻ താമസിക്കുന്ന പ്രദേശത്തും അവനവൻ്റെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിരിക്കുന്നു. കൊതുക് നിവാരണ പ്രവർത്തനം നടന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജൂൺ 5 നമുക്ക് സാധിക്കണം. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. മെയ് 31-നകം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല യോഗങ്ങൾ ചേരും. മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൊതുകു നിവാരണത്തിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമായി അടിയന്തര നടപടികൾ എടുക്കും. ആശുപത്രികളിൽ മരുന്നെത്തിക്കാനും ജീവനക്കാരുടെ അഭാവം നികത്താനും പ്രത്യേക ക്രമീകരണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ദുരന്ത നിവാരണത്തിനായി മുന്നൊരുക്കങ്ങൾ നടത്താനും കൃഷിനാശമുണ്ടായാൽ ഒരാഴ്ചക്കകം തന്നെ നഷ്ടപരിഹാരം നൽകാനും റവന്യൂ, ധന, കൃഷി, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കും. ചീഫ് സെക്രട്ടറിക്കാണ് വകുപ്പുകൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല. എല്ലാ പ്രവർത്തനങ്ങളും അഴിമതി വിമുക്തമാക്കാനായി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ധനമന്ത്രി തോമസ് ഐസക്, റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ, കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു T തോമസ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
പൂവരണി പീഡനക്കേസിലെ 6 പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതി ലിസി ടോമിക്ക് 18 വർഷവും 2-3 പ്രതികൾക്ക് 22 വർഷം കഠിന തടവുമാണ് വിധിച്ചിരിക്കുന്നത്. കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പൂവരണി പീഡനക്കേസിലെ ഒന്നാം പ്രതി അയർക്കുന്നം മുണ്ടൻതറയിൽ ലിസിക്ക് 18 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും 2-3 പ്രതികളായ ജോമിനിക്കും ജ്യോതിഷനും 22 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ലിസി 7 വർഷവും 2-3 പ്രതികൾ 6 വർഷവും ഒന്നിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. 6 വർഷം തടവിന് വിധിക്കപ്പെട്ട 4-ാം പ്രതി തങ്കമണി 35,000 രൂപ പിഴയും ഒടുക്കണം. 5ഉം 6ഉം പ്രതികൾക്ക് 14 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. 5-ാം പ്രതി കൊല്ലം തൃക്കരിവ സ്വദേശി സതീഷ് കുമാർ 1,65,000 രൂപയും 6-ാം പ്രതി തൃശൂർ പറക്കാട്ട് രാഗി 85,000 രൂപയും പിഴയൊടുക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ പാർപ്പിക്കൽ, വിൽപ്പന നടത്തൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളിൽ നിന്നായി ഈടാക്കുന്ന തുക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നൽകണമെന്നും കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ ബാബു വിധിന്യായത്തിൽ വ്യക്തമാക്കി. സമൂഹത്തിന് മാതൃകയായ വിധിയാണിതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 10-12 സാക്ഷികളോളം കൂറുമാറിയിട്ടുണ്ട്. പക്ഷേ ആ കൂറുമാറിയ സാക്ഷികളിൽ എല്ലാ സാക്ഷികളുടെയും മൊഴികൾ മെറ്റീരിയൽ എവിഡൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ബാധകമാവുന്നതല്ല. അതിൽ മെറ്റീരിയൽ വിറ്റ്നസസ് ആയിട്ടുള്ള ആൾക്കാർ കൂറുമാറിയവർക്കെതിരെ ഉള്ള നടപടികൾക്ക് അപേക്ഷ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. 2007 ഓഗസ്റ്റ് മുതൽ 2008 മെയ് വരെയുള്ള കാലയളവിൽ പീഡനത്തിനിരയായ പെൺകുട്ടി 2008 മെയ് 5-ന് എയ്ഡ്സ് പിടിപെട്ട് മരിക്കുകയും ചെയ്ത സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. 2014 ഏപ്രിൽ 29 തുടങ്ങിയ വിചാരണ 2 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 183 സാക്ഷികളുടെ പട്ടികയും 220 പ്രമാണങ്ങളും 11 തൊണ്ടി സാധനങ്ങളും കോടതിയിൽ ഹാജരാക്കി. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. G7 രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് ജപ്പാനിലെ IS ഷിമയിൽ തുടക്കമായി. ആഗോള സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ഉച്ചകോടിയിൽ മുഖ്യ ചർച്ചാ വിഷയങ്ങളാകും. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. 1238 പ്രതിനിധികളുടെ പിന്തുണയോടെ ട്രംപ് മത്സരിക്കാൻ യോഗ്യത നേടി. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കിമ്യൂൺ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം വടക്കുകിഴക്കൻ ഏഷ്യയിലെ തന്നെ ആശങ്കയിലാഴ്ത്തിയതായും ബാൻ കിമ്യൂൺ വ്യക്തമാക്കി.